മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. ഈ ആഴ്ചയിലെ നിങ്ങളുടെ അധ്വാനങ്ങളിൽ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആരാധനാ ക്രമവത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. ഏറ്റവും വലിയ തിരുനാളാണ് കർത്താവ് ഈശോ മിശിഹായുടെ ഉത്ഥാന തിരുനാള്. തിരുനാളുകളുടെ തിരുനാളാണ് ഉത്ഥാന തിരുനാള്. ആ ഉത്ഥാന തിരുനാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റേതും ഒരുക്കത്തിന്റേതുമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ട ദിനങ്ങളാണ് ഇനിയുള്ള ദിനങ്ങൾ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് രക്ഷ ലഭിച്ചതിനെ കുറിച്ച്, എങ്ങനെയാണ് ദൈവം നമുക്ക് രക്ഷയുടെ അനുഭവം നേടിത്തന്നത് എന്നതിനെ കുറിച്ചുള്ള ധ്യാനങ്ങളാണ് ഈ ഒരു നാളുകളിൽ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത്. നാളെ മുതൽ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോനാഥൻ 40 ദിനരാത്രങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പിശാച് അവന് 3 വിധത്തിലുള്ള പ്രലോഭനങ്ങൾ കൊടുക്കുന്ന നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ ഉപവാസത്തിലായിരിക്കുമ്പോൾ പിശാച് അവന് പ്രലോഭനം കൊടുക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഈ നോമ്പിന്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പിശാച് പല വിധത്തിലുള്ള പ്രലോഭനങ്ങള് നമുക്ക് ഓരോരുത്തർക്കും നൽകും. ഏതൊക്കെ വിധത്തിലുള്ള പ്രലോഭനങ്ങളാണ് ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരിക എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. വചനത്തില് നമ്മൾ കാണുന്നു, ഈശോനാഥൻ ഉപവാസത്തിലായിരിക്കുമ്പോൾ അവന് വിശന്നപ്പോൾ പിശാച് അവന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഈ നോമ്പിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിന്റെ സുഖവുമായിട്ട് ബന്ധപ്പെട്ട പ്രലോഭനങ്ങൾ നമുക്കുണ്ടാകാനായിട്ട് സാധ്യതകളുണ്ട്. ഈശോയുടെ ശരീരത്തിന്റെ സുഖം, അതിനുവേണ്ടി പ്രലോഭനങ്ങളിൽ വീഴാൻ പിശാച് പ്രലോഭനം കൊടുക്കുക. നമ്മുടെ ശരീരത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ നോമ്പിന്റെ നാളുകളിൽ മാറ്റിവെക്കുന്നത് എന്താ? ശരീരത്തിന്റെ സുഖങ്ങളാണ്. നമ്മൾ ഇറച്ചി, മുട്ട, മീന്, പാല് ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ശരീരത്തിന്റെ ചില സുഖങ്ങൾ നമ്മൾ മാറ്റിവെക്കുക. പ്രിയപ്പെട്ടവരെ, ജഡികമായ ആസക്തികളിലേക്ക്, ജഡിക പ്രവണതകളിലേക്ക്, വ്യർത്ഥ ചിന്തകളിലേക്ക്, തെറ്റായ മോഹങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്കൊക്കെ പിശാച് നമുക്ക് പ്രലോഭനം തരും. മദ്യപിക്കാൻ, മോശമായത് കാണാൻ, കേൾക്കാൻ, ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ, ഇഷ്ടമുള്ളത് പറയാൻ, കേൾക്കാൻ, ഇങ്ങനെ പ്രലോഭനങ്ങൾ പിശാച് നമുക്ക് നൽകാനായിട്ട് സാധ്യതയുണ്ട്. ഈ പ്രലോഭനങ്ങളില് ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മൾ വീണു പോകരുത്. 2-ാമത്തെ പ്രലോഭനം ഈശോയ്ക്ക് പിശാച് കൊടുക്കുന്നത് വലിയൊരു ഗോപുരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് താഴേക്ക് ചാടാനായിട്ട് പറയുകയാണ്. അപ്പോ ഈശോനാഥൻ പറയുകയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളെ മഹത്വവൽക്കരിക്കുന്ന ഒരു അനുഭവമാണ് നമ്മളിവിടെ കാണുക. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടുന്നവരാ നമ്മൾ ഓരോരുത്തരും. നമ്മൾ നോമ്പെടുക്കുന്നത് പോലും ഒരുപക്ഷെ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ കുടുംബത്തിലെ സ്വസ്ഥതയോ, നമ്മുടെ രോഗസൗഖ്യമോ, ജോലിയോ, പരീക്ഷയിൽ വിജയമോ, ഇങ്ങനെ നോമ്പെടുക്കുന്നതിന്റെ പിന്നില് നമ്മൾ പല സ്വാർത്ഥ താല്പര്യങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിശാച് നൽകുന്ന പ്രലോഭനമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. യഥാർത്ഥത്തിലുള്ള മാനസാന്തരത്തിനും ദൈവ അനുഭവത്തിനും വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും നോമ്പെടുത്ത് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ അത്ഭുതങ്ങളെ കാണാനോ അതുപോലെ അതിന്റെ പിന്നില് സ്വാർത്ഥപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടോ ആയിരിക്കരുത്. 3-ാമത്തെ പ്രലോഭനം ലോകം മുഴുവനും കാണിച്ചു കൊടുത്തുകൊണ്ട് പിശാച് കർത്താവിനോട് പറയാ, നീ എന്നെ ആരാധിച്ചാൽ ഇത് മുഴുവനും നിനക്ക് നൽകാം. ഈശോ പറയുകയാണ്, ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. പ്രിയപ്പെട്ടവരെ, ദൈവമായിരിക്കണം ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ കേന്ദ്ര ബിന്ദു.
നമ്മൾ മുഴുവനും ധ്യാനിക്കേണ്ടത് ഈശോയെക്കുറിച്ചായിരിക്കണം. ഈശോയെ ലോകത്തിൽ വന്നതിനെക്കുറിച്ചും ഈ ലോകത്തിൽ പ്രവർത്തിച്ചതിനെക്കുറിച്ചും നമുക്ക് ഓരോരുത്തർക്കും വചനം തന്നതിനെക്കുറിച്ചും ഈശോനാഥൻ പീഡയേറ്റതിനെക്കുറിച്ചും അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ചതിനെക്കുറിച്ചും ചോര ചിന്തതിനെക്കുറിച്ചും നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തതിനെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കേണ്ട ദിവസങ്ങളാണ്. നമ്മുടെ ധ്യാനത്തിന്റെ, നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മുടെ ഓരോ കാര്യങ്ങളുടെയും കേന്ദ്രബിന്ദു ധ്യാന വിഷയം ഈശോയായിട്ട് മാറണം. മറ്റു പ്രലോഭനങ്ങളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റു കാര്യങ്ങളെ പറ്റുന്നതെല്ലാം നമ്മൾ മാറ്റിവെക്കാനായിട്ട് നമുക്ക് ഈ നാളുകളിൽ സാധിക്കണം. ഇങ്ങനെ ഈ നോമ്പ് ഒരു അനുഭവമായിട്ട് മാറട്ടെ. പിശാച് ഈ നാളുകളിൽ ശരീരത്തിന്റെ സുഖവുമായിട്ട് ബന്ധപ്പെട്ട പ്രലോഭനമായിട്ട് കടന്നുവരും, അത്ഭുതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രലോഭനവുമായിട്ട് കടന്നുവരും. അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാനുള്ള പ്രലോഭനമായിട്ട് കടന്നുവരും. അതിലൊന്നും വീഴാതെ ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാൻ, ശരീരത്തിന്റെ സുഖങ്ങളെ മാറ്റാൻ, നിന്റെ ജീവിതത്തിൽ യഥാർത്ഥ മാനസാന്തരത്തിന് വേണ്ടി നോമ്പെടുക്കാൻ നിനക്ക് സാധിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് നിന്റെ ജീവിതത്തെയും ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെയും നിന്റെ പരീക്ഷകളെയും എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ ജീവിതത്തിലെ അങ്ങ് സഹായിച്ച് ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയിലെ പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഈശോയെ അങ്ങയുടെ സംരക്ഷണം ഈ ദിവസം മുഴുവനും ഇവർക്ക് നൽകണമേ. ഇവരുടെ കുടുംബത്തിന് നൽകണമേ. ഇവരുടെ പരീക്ഷകളിൽ അങ്ങ് ഇവരെ സഹായിക്കണമേ. ഇവരുടെ ഇന്നത്തെ അധ്വാനങ്ങളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.